head channel. ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പുറത്തു വന്ന സമയത്ത് നല്ല നാച്ചുറലായിട്ട് തോന്നുന്ന രീതിയിൽ, നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഇടാത്ത പോലെ എന്നല്ല, എന്നാൽ നമ്മൾ ഇട്ടിട്ട് കുറച്ച് ഭംഗിയുള്ള രീതിയിൽ, ഭയങ്കര സ്പ്രെഡ് ആവാണ്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ചെയ്യാമെന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവർക്കും അറിയുന്നൊരു ടിപ്പാണ്, എന്നാലും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ, ഐ എം ശില്പ. അപ്പോൾ ഞാനിതിൽ ബ്യൂട്ടി കണ്ടന്റ്സും എൻ്റർടൈൻമെൻറ്റും അതുപോലെ കുറച്ച് സ്റ്റഡി ഡിസൈൻ ബേസ്ഡ് കണ്ടന്റ്സുമാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന വെച്ച് കഴിഞ്ഞാൽ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് എങ്ങനെയാണ്, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ 5-6 സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. 5-6 സാധനം എന്നൊന്നും പറയുമ്പോൾ പേടിക്കേണ്ട, അധികമൊന്നും ആവശ്യമില്ല. നമ്മൾ ആ പായം തന്നെ ചെയ്യേണ്ടായിരുന്നു. ഞാനിപ്പോൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ഞാൻ അത് റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ ലിപ്സ്റ്റിക് റിമൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം, എപ്പോഴും ഇത് നല്ല രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സ്ക്രബിങ്ങും മോയ്സ്ചറൈസിങ്ങുമാണ്. ഈവൻ നമ്മുടെ സ്കിന്നായാലും നമ്മൾ അതല്ലേ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലിപ്സിനായാലും അതിനെ എന്തായാലും ഫോളോ ചെയ്യണം. കാരണം കൂടുതലും വെള്ളമൊക്കെ കുടിക്കാൻ നമ്മുടെ ലിപ്സ് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഒന്നും അല്ല കേട്ടോ, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ജസ്റ്റ് ഷുഗറും അതുപോലെ കുറച്ച് നമ്മുടെ കറുവപ്പട്ടയുടെ ഓയിലും എന്ന് പറഞ്ഞാൽ വാങ്ങിയതൊന്നുമല്ല, കറുവപ്പട്ട കുറേ നാളിലേക്ക് ഒരു 5-6 മാസം ഞാൻ ഓയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനു യൂസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു, പക്ഷേ ഞാൻ അതെടുത്ത് യൂസ് ചെയ്തു. അതും അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പും കുറച്ച് ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മിക്സ്ചറാണത്. അതെടുത്ത് വെക്കാൻ പറ്റും നമുക്ക് ധാരാളം ദിവസം. അത് വെച്ച് എന്നും സ്ക്രബ് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ട്രിക്ക് എന്ന് വെച്ചാൽ അലോവേര ജെല്ല് വെച്ച് അപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് നമ്മുടെ ലിപ്സിലെ ഡെഡ് സെൽസ് പെട്ടെന്ന് പോകാനായിട്ട് പറ്റും. അതങ്ങനെ അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യണം. അതുപോലെ തന്നെ മോയ്സ്ചറൈസിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എൻ്റെ വീഡിയോസിൽ Wordpress എന്ന് പറഞ്ഞിട്ട് ഒരു ലിപ് ബാമിൻ്റെ റീക്രിയേഷൻ ഉണ്ട്. ആ വീഡിയോയിൽ ഞാൻ എൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു ലിപ് ബാമാണ്. ഞാൻ ഇത്ര കാലം പല ലിപ് ബാംസ് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനേക്കാളും ദി ബെസ്റ്റ് ആണിത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നാച്ചുറലായിട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. ബീസ് വാക്സ്, അതുപോലെ തന്നെ റോസ്മേരി ഓയിൽ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു വട്ടം ബീസ് വാക്സും ഈ സാധനങ്ങളും വാങ്ങിയത് കുറേ നാളത്തേക്ക് നിങ്ങൾക്ക് ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് പറ്റും. ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്തിട്ട് അത് നിങ്ങളുടെ രീതിയിലേക്ക് മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുക. ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരുന്നു. കാരണം 1 വർഷത്തിന് മുകളിലായിട്ട് ഞാനിത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്ക്രബ് ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് നേരം മുന്നേ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്തത്. നമ്മൾ എന്തായാലും ചെയ്യണം. അതിനുശേഷം ചെയ്യാൻ പോകുന്ന കാര്യം വേറെ ഒന്നുമല്ല, ഒരു കൺസീലറോ ഫൗണ്ടേഷനോ എന്തെങ്കിലും എടുക്കുക. ഇതിപ്പോൾ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് കൺസീലറാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ഉപയോഗിക്കാൻ പോകുന്ന കൺസീലർ. കുറച്ച് മതി, വളരെ കുറച്ച് മതി. വേർക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ അതാണ്. ഇത് കുറച്ചെടുത്തിട്ട് നമ്മുടെ ലിപ്സിൻ്റെ ചുറ്റും അതിടാൻ വേണ്ടിയുള്ള ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, കറക്റ്റ് വരും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്യൂട്ടി ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഫിംഗേഴ്സാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ലിപ്സിലേക്ക് ആയാലും ഒരു പ്രശ്നമില്ല. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ അത് കുറേ കൂടെ നല്ല കവറേജ് തരികയാണ് അപ്പോൾ ചെയ്യുക. പിന്നെ ഞാൻ ഭയങ്കര വലിയ ബ്യൂട്ടി ഗുരു അങ്ങനെയൊന്നുമല്ല, ഞാൻ ചെയ്യുന്ന കുറേ ട്രിക്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വേണമെങ്കിൽ ഒന്നും കൂടെ ലിപ് ബാം അപ്ലൈ ചെയ്യുക. കുറച്ചും കൂടെ ഗ്ലോസി ആയിട്ടുള്ള ലിപ് ബാം ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് ലിപ് ഗ്ലോസ് ഉണ്ട്, ലിപ് ബാമിന് ഇട്ടാൽ മതി. എപ്പോഴും ക്ലിയർ ആയിട്ടുള്ളത് ഇടാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വാങ്ങുന്ന ഒരാളാണ്, ഉണ്ടാക്കാനായിട്ട് പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വാങ്ങാൻ. പക്ഷേ ഇത് ഉണ്ടാക്കാനും വലിയ പണിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് കുറേ നാളിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ പോലും കളറില്ലാത്തത് അപ്ലൈ ചെയ്യാൻ നോക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ്പ് ലൈനിങ് ആണ്. ഇത് കളർ ഫീവറിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ്. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലീഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ട് നിർബന്ധമില്ലാത്ത സ്റ്റെപ്പാണ്. ഇതെൻ്റെ എപ്പോഴും ഒന്നും ചെയ്യല്ല ഞാൻ. അതുപോലെ ഇവിടെ ഇങ്ങനെ കുറവുണ്ടെങ്കിൽ
നമ്മുടെ ഈ ഒരു ക്യൂപിഡ് ബോൻ്റെ ഏരിയ കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കണം എന്നുള്ളത് താഴത്തേക്ക് ഇങ്ങനെ കുറച്ച് വി പോലെ വരച്ചേക്കുക. എന്നിട്ട് ഇവിടെ കുറച്ച് കൺസീലർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫേക്ക് എഫക്റ്റ് തോന്നും. ഫേക്ക് എഫക്റ്റ് നല്ല കേട്ടോ, നാച്ചുറൽ എഫക്റ്റ് തോന്നും. എന്നാൽ നമുക്കതിനെ ഫേക്ക് ചെയ്യാനായിട്ട് പറ്റും. വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂഡ് കളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഇതിന് ശേഷം ഇനി ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നൈക്കയുടെ ബോംബെ പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് വളരെ ഒരു നല്ല ഷെയ്ഡാണ്, നൈക്കയുടെ ആണ്. അപ്പോൾ അതൊരു മിനി ലിപ്സ്റ്റിക്സിൽ വന്നിട്ടുള്ളതാണ്. 199 ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണിത്. വളരെ കുഞ്ഞിതാണ്, ഇതിൻ്റെ വലിയ സൈസ് കിട്ടും. ഇതൊരു കുഞ്ഞി പാക്കാണ്. അപ്പോൾ ഇതാണ് ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു പോയിന്റ് ഇത്തിരി മാത്രം അപ്ലൈ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ലിപ്സ് തന്നെ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അധികമായിട്ടുള്ള ലുക്ക് ഇപ്പോൾ വരുന്നില്ല. പിന്നെ നമ്മൾ എന്തായാലും ഒരു പീച്ച് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിതായിട്ടുണ്ട്, വളരെ ലൈറ്റായിട്ട്. ഇതിൽ മേബിളിൻ്റെ ലിപ് ഗ്ലേഡ് ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ തന്നെയാണ് യൂസ് ചെയ്യാറ്. ഇതാണ് ഇതിൻ്റെ ബാക്കിലൊരു സ്പോഞ്ച് പോലത്തെ ഒരു സംഭവമൊക്കെ വരുന്നത്, ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഇവിടെയും മാത്രം അപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഈ ബാക്കിലത്തെ സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങനെ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യണത്, അല്ലെങ്കിൽ നമുക്ക് ഫിംഗേഴ്സ് വെച്ചിട്ട് ചെയ്യാം. ഇതും നമുക്ക് നല്ല മാറ്റായിട്ടുള്ളൊരു ലുക്കാണ് തരുന്നത്, കണ്ടാൽ മനസ്സിലാവും. ഇനി ഞാൻ ചെയ്യുമ്പോൾ ഇതും വളരെയധികം ഓപ്ഷണലാണ്. ഇതുവരെയായിട്ട് നമുക്ക് നിർത്താം. അതിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ കുഞ്ഞു ലിപ്സൊക്കെ ആണെങ്കിൽ കുറച്ച് വലുതാക്കാൻ പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫുള്ളർ ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഭയങ്കര ലൈറ്റായിട്ടൊരു ഷെയ്ഡ് എടുക്കുക. ഇത് വളരെ ലൈറ്റായിട്ടുള്ളൊരു പോപ്പ് ഫീലിൻ്റെ ഒരു ലിപ് കളറാണ്. അത് വളരെ ന്യൂഡായിട്ടുള്ള ഷെയ്ഡാണ്. നമ്പർ ഓർമ്മയില്ല കേട്ടോ, നമ്പർ പോയി. അപ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഈ ഒരു ഇതെടുത്തിട്ട് ഞാൻ കുറച്ച് ഈ ഒരു കോർണറിലും ഈ 2 ഡോട്ടിലൂടെയാണ് നമ്മൾ പിക്ചേഴ്സൊക്കെ വരയ്ക്കുമ്പോഴല്ലേ ഇവിടെ ഇട്ടിട്ട് ഈ എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങണ എൻഡിൽ ഇത് കഴിയണ എൻഡിൽ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കരമായിട്ടുള്ള വലുതാകുന്നൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ചെറുതായിട്ടൊരു കാണുമ്പോൾ ഒരു ഫേക്ക് ലുക്ക് വരുത്താൻ വേണ്ടി ഇതൊരു ഓംബ്രേ ലുക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ലുക്കാണ്. കാണാൻ മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്നോട് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ പോയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ടിക്ടോക്കിൻ്റെയും ഹാൻഡിൽസ് ഇവിടെ ഇടാം. അതുപോലെ തന്നെ ഞാനൊരു ബ്ലോഗ് എഴുതുന്നുണ്ട്. ആ ബ്ലോഗിൽ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എൻ്റെ മെയിൽസ് വരുന്ന എൻ്റെ മെയിൽ കിട്ടാനും എങ്ങനെയാണ് എൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന വേർഡ്പ്രസ് എന്ന് പറഞ്ഞാൽ അതിൽ പോയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഞാൻ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി ചോദിക്കും. ജസ്റ്റ് അതിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ പോസ്റ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. സോ അതങ്ങനെ അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ഏത് വീഡിയോസ് ആയാലും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കാവുക എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ എന്നെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ തിരിച്ച് അതിൽ പോസ്റ്റ് ചെയ്യാം. കാരണം എൻ്റെ ഒരു ഇത് ട്രൈ ചെയ്തു, അങ്ങനെയുള്ളത് ഞാൻ എന്തായാലും ചെയ്യും. കാരണം എല്ലാവരെയും കാണുന്നവരുടെ എല്ലാവരോടും എനിക്കൊരു വലിയ താങ്ക്സ് ഉണ്ട്. സോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾ യൂസ് ചെയ്യുകയാണ് അങ്ങനെ എന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്റ്റോറി ഇട്ട് കഴിഞ്ഞിട്ട് എന്നെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് റീപോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങളെ ഫീച്ചർ ചെയ്യുന്നതായിരിക്കും എൻ്റെ ചാനലിൽ നിന്ന് മാത്രമല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ ഞാൻ എന്തായാലും ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. സോ മറക്കാതെ പോയിട്ട് എന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബൈ, ടേക്ക് കെയർ. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ കാണാം.